മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഭാഗം ലേബർ ടേൺ ഓവർ എന്നുള്ള ഭാഗമാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വർക്കേഴ്സ് ജോലി വേണ്ടാച്ചിട്ട് ഒഴിവായി പോകുമ്പോൾ അതേ സമയം തന്നെ പുതിയ വർക്കേഴ്സ് ജോലിക്ക് വരികയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവർക്ക് ആ കൊടുക്കുന്ന വേജിൽ എത്രത്തോളമാണ് നമുക്ക് ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ലേബർ ടേൺ ഓവർ, റേറ്റ് ഓഫ് ചേഞ്ച്. എത്രത്തോളമാണ് റേറ്റാണ്. കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. അതിനനുസരിച്ച് നമ്മൾ പുതിയ ആൾക്കാരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു അല്ലേ. അപ്പം എത്രത്തോളം റേറ്റാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലേബർ ടേൺ ഓവർ എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ലേബർ ടേൺ ഓവർ എന്നുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കാം. സം ഓഫ് ദി എക്സിസ്റ്റിംഗ് വർക്കേഴ്സ് മേ ലീവ് ദി ഓർഗനൈസേഷൻ. എക്സിസ്റ്റിംഗ് പറഞ്ഞാൽ നിലനിൽക്കുന്ന വർക്കേഴ്സ് ലീവ് ഒഴിവായി പോകുന്നു അല്ലേ. ഒന്നും റിട്ടയർ ചെയ്തു പോവുകയോ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവായി പോകുന്നു. ലീവ് ദി ഓർഗനൈസേഷൻ ആൻഡ് സം ന്യൂ വർക്കേഴ്സ് മേ ജോയിൻ ഇൻ ദർ പ്ലേസ് അല്ലേ. അപ്പോൾ പുതിയ വർക്കേഴ്സ്, അപ്പോൾ നമുക്ക് പഴയ ആൾക്കാർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ ചെയ്യണ്ടേ. അപ്പോൾ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പുതിയ ആൾക്കാരെ നമ്മൾ ആ ഭാഗത്തേക്ക് ജോയിൻ ചെയ്യുന്നു. The right of change in the labor force of an organization during a specific period അല്ലേ. അപ്പോൾ എത്രത്തോളം റൈറ്റ് ഓഫ് ചേഞ്ച് ആണ് വരുന്നത് അല്ലേ. റൈറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ലേബർ ഫോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, എത്രത്തോളം നമ്മുടെ റേറ്റിലാണ് ചേഞ്ച് വരുന്നത് അല്ലേ. വർക്കർ കുറച്ച് ആൾക്കാർ പോകണു, കുറച്ച് ആൾക്കാർ വരുന്നു. ആ സമയത്ത് റൈറ്റ് ഓഫ് ചേഞ്ച് എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മളിതിലൂടെ മെഷർ ചെയ്യുന്നത്. റൈറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദി ലേബർ ഫോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഈസ് നോൺ ആസ്, അതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേബർ ടേൺ ഓവർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ്, ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് അതിൽ പറയാൻ പറ്റുക. ലേബർ ടേൺ ഓവർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് ലീവ് ദി ഓർഗനൈസേഷൻ. എത്രത്തോളം വർക്കേഴ്സ് ആണോ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയത്, ലീവ് ദി ഓർഗനൈസേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ടു ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ സെയിം പീരീഡ്. അപ്പോൾ എത്രത്തോളം ആൾക്കാർ പോയി, എത്രത്തോളം ആൾക്കാരാണ് ആ പീരീഡിലുള്ളത് വെച്ചെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ശ്രദ്ധിക്കൂ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് കാണുന്നു, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് ലീവ് ദി ഓർഗനൈസേഷൻ, എത്രത്തോളം വർക്കേഴ്സ് ഓർഗനൈസേഷനിൽ നിന്ന് പോയി, ആൻഡ് ടു ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ സെയിം പീരീഡ്. അവ തമ്മിലുള്ള റേഷ്യോ കാണുന്നതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ലേബർ ടേൺ ഓവർ ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജിലാണ് ലേബർ ടേൺ ഓവർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി മെഷർമെൻറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, 3 മെത്തേഡാണ് ലേബർ ടേൺ ഓവർ മെഷർ. ഞാൻ ആദ്യം ചുരുക്കിയിട്ട് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് എഴുതാം, മറ്റേ ഇക്വേഷൻ എഴുതാം. അപ്പം മെഷർമെൻറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മെത്തേഡുകളാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നതാണ്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം ആൾക്കാരാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഹൂ ലെഫ്റ്റ് ദി ഓർഗനൈസേഷൻ അല്ലേ, എത്രത്തോളം ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് സെപ്പറേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ, എത്രത്തോളം ലെഫ്റ്റ് ചെയ്തു, നമ്പർ ഓഫ് സെപ്പറേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്പർ ഓഫ് സെപ്പറേഷൻ എത്രത്തോളം വന്നു, അത് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ്. നോക്കുക കേട്ടോ, ആവറേജ് കാണാൻ ബിഗിനിങ് പ്ലസ് ക്ലോസിങ് ഡിവൈഡഡ് ബൈ 2. എന്ത് ബിഗിനിങ്, നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ബിഗിനിങ്ങിൽ എത്രത്തോളം പേരുണ്ടായി, പിന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദ ക്ലോസിങ് ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് വൺ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളൊരു മെത്തേഡാണ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് അപ്പോയിൻറ്റഡ് ഇൻ ദ പ്ലേസ് ഓഫ് വർക്കേഴ്സ് ഹൂ ലെഫ്റ്റ്. റീപ്ലേസ് ചെയ്യുക, എന്താ റീപ്ലേസ് ചെയ്യുക പറഞ്ഞാൽ മാറ്റുക അല്ലേ. അപ്പോൾ പഴയ ആൾക്കാർ പോയിട്ട് എത്രത്തോളം പുതിയ ആൾക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു വെച്ചെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ലേബർ ടേൺ ഓവർ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് അപ്പോയിൻറ്റഡ് ഇൻ ദ പ്ലേസ് ഓഫ് ദി വർക്കേഴ്സ് ഹൂ ലെഫ്റ്റ് ദി ഓർഗനൈസേഷൻ. അത് കാണാനുള്ള സമവാക്യം ലേബർ ടേൺ ഓവർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻറ്റു 100.
ഇനി ഫ്ലക്സ് മെത്തേഡ് രണ്ടും കൂടി ചേർന്നത് ഏതൊക്കെയാ? പോയതും വന്നതും കൂടി ചേർന്നത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ലേബർ ടേൺ ഓവർ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ബോത്ത് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആയത്, റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർ വന്നത്, ആ രണ്ടും കൂടി ചേർന്നതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ നമ്പർ ഓഫ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? വാട്ട് ഈസ് മെൻ ബൈ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ? ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വർക്കേഴ്സാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ലെഫ്റ്റ് ആയത്, എത്രത്തോളം പുതിയ വർക്കേഴ്സ് ഈ സ്ഥാപനത്തിലേക്ക് വന്നു, അപ്പോൾ റൈറ്റ് ഓഫ് ചേഞ്ച് എത്രത്തോളമാണ് ഉണ്ടായത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നു. ആ ലേബർ ടേൺ ഓവർ കാണാൻ വേണ്ടി നമ്മൾ 3 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സെപ്പറേഷൻ മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, ഫ്ലക്സ് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡുകളാണ് ലേബർ ടേൺ ഓവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെത്തേഡിൽ എത്രത്തോളം നമ്പർ ഓഫ് വർക്കേഴ്സാണ് സ്ഥാപനത്തിൽ നിന്ന് ലെഫ്റ്റ് ആയത് എന്ന് മെഷർ ചെയ്യുന്നതാണ് സെപ്പറേഷൻ മെത്തേഡിൽ പറയുന്നത്. ഞാൻ ഇക്വേഷൻ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. സെപ്പറേഷൻ മെത്തേഡ് ഈസ് ഈക്വൽ ടു എന്നെങ്ങനെ സമവാക്യം? പോയവരല്ലേ, നമ്പർ ഓഫ് സെപ്പറേഷൻ ഡ്യൂറിങ് ദ പീരീഡ്, നമ്പർ ഓഫ് സെപ്പറേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ എന്താ വേണ്ടത്? ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് number of workers during the period into 100. അപ്പോൾ നമ്പർ ഓഫ് സെപ്പറേഷൻ ഡ്യൂറിങ് ദ പീരീഡ് പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ പോയി, അത് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100 കേട്ടോ. അതാണ് ഫസ്റ്റ് മെത്തേഡായി സെപ്പറേഷൻ മെത്തേഡ് എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. നെക്സ്റ്റ് വൺ ആണ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് കാറ്റഗറി. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ പോയിട്ട് എത്രത്തോളം പുതിയ ആൾക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ് റീപ്ലേസ്മെൻറ്റിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ പീരീഡ്, നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് പഴയ ആൾക്കാർ പോയിട്ട് എത്ര പേര് പുതുത് വന്നു അല്ലേ. നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക? ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻറ്റു 100 കോമൺ കേട്ടോ. ആവറേജ് കാണാൻ എന്താണ്? ഓപ്പണിംഗ് വർക്കേഴ്സ് പ്ലസ് ക്ലോസിംഗ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ 2. ആവറേജ് നമ്പർ രണ്ടിലും വരുന്നുണ്ട്. അത് കാണുകയെന്ന് വെച്ചെങ്കിൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഇനി അടുത്താണ് ഫ്ലക്സ് മെത്തേഡ്. ഫ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, രണ്ടും കൂടിച്ചേർന്നത്. ഏതൊക്കെയാണ്? പോയവരും വന്നവരും തമ്മിലുള്ള കോമ്പിനേഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനുള്ള സമവാക്യം എഴുതി വയ്ക്കുക. നമ്പർ ഓഫ് സെപ്പറേഷൻ, നമ്പർ ഓഫ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് divided by average number of workers into 100. ഇതാണ് നമ്മുടെ 3 മെത്തേഡ് ഉള്ളത് കേട്ടോ.
അപ്പോൾ സെപ്പറേഷൻ മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, ഫ്ലക്സ് മെത്തേഡ് അല്ലേ. അപ്പോൾ സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പേര് ലെഫ്റ്റ് ആയി എന്നുള്ളതാണ് സെപ്പറേഷൻ മെത്തേഡിൽ വരുന്നത്. റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോയിട്ട് എത്രത്തോളം പേര് റീപ്ലേസ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലക്സ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ ഒരു കണക്ക് എഴുതാം, ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ, from the following information, calculate labor turnover rate. From the following information, calculate labor turnover rate by different methods, അതില്ലേ number of workers at the beginning, beginning of 2010 275. Next, number of workers at the end, end of 2010 എന്ന് പറയുന്നത് 325. Next, number of workers resigned during the year, റിസൈൻ ചെയ്യുക അല്ലേ, എത്രത്തോളം പേര് റിസൈൻ ചെയ്തു പോയി, റിസൈൻഡ് ഡ്യൂറിങ് 2010 എത്ര പേര് റിസൈൻ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 50 പേര്, 50. നെക്സ്റ്റ്, number of workers discharged during 2010 എത്ര പേര് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്, 10. നെക്സ്റ്റ്, number of workers replaced in 2010 due to resignation and discharges, എന്ന് പറയുന്നത് 40. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കണക്കിൽ തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ലേബർ ടേൺ ഓവർ റൈറ്റ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ് പറഞ്ഞാൽ 3 മെത്തേഡാണ് നമ്മൾ പഠിച്ചത്, സെപ്പറേഷൻ മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, ഫ്ലക്സ് മെത്തേഡ് അല്ലേ. അപ്പം ആ മെത്തേഡിൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് 2010 എത്രത്തോളം വർക്കേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് 2010 എത്രയാണ്, നമ്പർ ഓഫ് വർക്കേഴ്സ് റിസൈൻ ചെയ്ത് എത്രത്തോളം പേരുണ്ട്,
നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിസ്ചാർജ് ചെയ്തവർ എത്രത്തോളം പേരുണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ് ചെയ്തവർ എത്രത്തോളം പേരുണ്ട്, ഡ്യൂ ടു റെസിഗ്നേഷൻ ആൻഡ് ഡിസ്ചാർജിൽ എത്രയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് സെപ്പറേഷൻ മെത്തേഡ് നോക്കാം കേട്ടോ. സെപ്പറേഷൻ മെത്തേഡ് ഓരോ മെത്തേഡായിട്ട് നമുക്ക് പതുക്കെ മനസ്സിലാക്കി ചെയ്യാം. ശ്രദ്ധിക്കാം. ഫസ്റ്റ് മെത്തേഡ് സെപ്പറേഷൻ മെത്തേഡ്. സെപ്പറേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സമവാക്യം? നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് separation divided by average number of workers into 100. ശ്രദ്ധിക്കൂ, നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ സമവാക്യം അല്ലേ. നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. അപ്പം നമ്പർ ഓഫ് സെപ്പറേഷൻ എത്രയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ ആദ്യം കാണേണ്ടത് അല്ലേ. നമ്പർ ഓഫ് സെപ്പറേഷൻ രണ്ട് തരത്തിലാണ് ഇവിടെ സെപ്പറേഷൻ സംഭവിച്ചത്. റിസൈൻ ചെയ്തിട്ടും ഡിസ്ചാർജ് ചെയ്തിട്ടുമാണ് ഇവിടെ സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് അല്ലേ. കുറച്ച് പേര് റിസൈൻ ചെയ്യുകയും കുറച്ച് പേര് എന്ത് ചെയ്തു, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു അല്ലേ. അപ്പം നമ്പർ ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 50 + 10. റിസൈൻ ചെയ്തവർ 50 പേര്, പിന്നെ ഡിസ്ചാർജ് ചെയ്തവർ 10. 50 + 10 എന്ന് പറഞ്ഞാൽ 60 ആണ് ടോട്ടലായിട്ട് വരുന്നത്. 60 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് വർക്കേഴ്സ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് വർക്കേഴ്സ് അറ്റ് ദി എൻഡ് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ബിഗിനിങ്ങിൽ നമുക്ക് തന്നിട്ടുണ്ട് 275 പ്ലസ് എത്രയാണ് വരുന്നത് 325 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 600 വരും. 600 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 300 ആണ് വരിക. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ സമവാക്യം എന്തായിരുന്നു? നമ്പർ ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100 അല്ലേ. അപ്പം നമ്പർ ഓഫ് സെപ്പറേഷൻ നമുക്ക് 60 കിട്ടി. 60 ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് 300 ഇൻറ്റു 100. 20. അപ്പോൾ എത്ര കിട്ടി? 20% നമുക്ക് ആൻസറായിട്ട് കിട്ടി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആയിട്ടെങ്കിൽ നോക്കുക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. 2 റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് അല്ലേ. സെക്കൻഡ് പ്രോബ്ലം നമുക്ക് പറയാം റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. അതിലെന്താ സമവാക്യം പറഞ്ഞോളൂ? നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. റീപ്ലേസ്മെൻറ്റ് കണക്കിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടല്ലോ. എത്രയാ നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് ഇത്രയാണ് എന്ന് കണക്കിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 40. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചത് 300 ഇൻറ്റു 100. 340 കറക്റ്റായിട്ട് പോവില്ല അല്ലേ. ഒരു പ്രാവശ്യം 0.33 വരും. 13.33%. നമ്മൾ ഏത് മെത്തേഡാണ് ചെയ്ത? റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡായ റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ ചെയ്തത്.
ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഫ്ലക്സ് മെത്തേഡാണ് അടുത്തെടുക്കാനുള്ളത്. ഫ്ലെക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ അല്ലേ, രണ്ടും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. ലേബർ ടേൺ ഓവറിൻ്റെ രണ്ടും കൂടി ചേർന്നത് ഏതൊക്കെ? സെപ്പറേഷനും റീപ്ലേസ്മെൻറ്റും അല്ലേ. അപ്പോൾ ഇതിൻ്റെ സമവാക്യം നമുക്കൊന്ന് എഴുതി വെക്കാം. അങ്ങനെ സമവാക്യം എഴുതിയാലാണ് നിങ്ങൾക്കത് ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ നമ്പർ ഓഫ് സെപ്പറേഷൻ plus number of replacement divided by average number of workers into 100. ഇതാണ് നമ്മുടെ സമവാക്യം. നമ്പർ ഓഫ് സെപ്പറേഷൻ പ്ലസ് നമ്പർ ഓഫ് റീപ്ലേസ്മെൻറ്റ് പ്ലസ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. അപ്പോൾ നമ്പർ ഓഫ് സെപ്പറേഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. സെപ്പറേഷൻ എത്രയുണ്ടായിരുന്നു? 50 പേര്, 50ഉം 10ഉം അല്ലേ ഉണ്ടായിരുന്നു. 50 പേര് റിസൈൻ ചെയ്തു, 10 പേര് ഡിസ്ചാർജ് ചെയ്തു അല്ലേ. അപ്പോൾ 50ഉം 10ഉം എത്ര പേര്? 60 അല്ലേ. 60 ബൈ ആവറേജ് നമ്മൾ നേരത്തെ കണ്ടു, ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ബൈ 2, അപ്പോൾ 300. 20%. ഇതാണ് ഫ്ലെക്സ് മെത്തേഡ്. അപ്പോൾ ലേബർ ടേൺ ഓവർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി കണക്കുകൾ ഇതേമാതിരത്തെ കണക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളാണ്, ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പം ഇത് ഈ കണക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ലേബർ ടേൺ ഓവറിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വാട്ട് ഈസ് മെൻറ്റ് ബൈ ലേബർ ടേൺ ഓവർ എന്നുള്ള ടോപ്പിക്ക് എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? ദ റൈറ്റ് ഓഫ് ചേഞ്ച് ഇൻ ലേബർ ടേൺ ഓഫ് എൻ ഓർഗനൈസേഷൻ. എത്രത്തോളമാണ് റേറ്റ് വരുന്നത്, അതിനെയാണ് ലേബർ ടേൺ ഓവർ എന്നുള്ള ഉദ്ദേശം. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക? സം ഓഫ് ദി എക്സിസ്റ്റിംഗ് വർക്കേഴ്സ് മേ ലീവ് ദി ഓർഗനൈസേഷൻ, സം വർക്കേഴ്സ് മേ ജോയിൻ ഇൻ ദി ഓർഗനൈസേഷൻ അല്ലേ. കുറച്ച് പേര് പോവുകയും കുറച്ച് പേര് തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളമാണ് റൈറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ആ ലേബർ ടേൺ ഓവറിന് തന്നെ 3 മെത്തേഡാണ് നമുക്കുള്ളത്. ഒന്നാമത്തെയാണ് സെപ്പറേഷൻ മെത്തേഡ്. എത്രത്തോളം പേര് സെപ്പറേഷൻ പോയി എന്നുള്ളത്, അത് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. ഇനി റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് പറഞ്ഞാൽ എത്രത്തോളം പേരാണ് സ്ഥാപനത്തിലേക്ക് വന്നത്, അത് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് ആണ് ഫ്ലെക്സ് മെത്തേഡ്. ഫ്ലെക്സ് മെത്തേഡ് സെപ്പറേഷൻ മെത്തേഡിൽ സെപ്പറേഷൻ എത്രയാണ്, എത്ര പേരാണ് പോയത്, നമ്പർ ഓഫ് സെപ്പറേഷൻ എത്രത്തോളം പേര് പോയി പ്ലസ് എത്രത്തോളം പേര് എത്രത്തോളം പേര് വന്നു ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. ഇതാണ് ലേബർ ടേൺ ഓവർ. കണക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കണക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നമുക്ക് കുറച്ചും കൂടി തിയറി പാർട്ടാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് തിയറി പാർട്ടാണ് പറയാനുള്ളത്. അതിൽ ആദ്യം പറയാനുള്ള കോസസ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലേബർ ടേൺ ഓവർ സംഭവിക്കുന്നത്, അതിനുള്ള കോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ലേബർ ടേൺ ഓവർ ഇൻ എൻ ഓർഗനൈസേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് സെവറൽ കോസസ്. The causes can be classified into avoidable causes and unavoidable causes. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ലേബർ ടേൺ ഓവർ സംഭവിക്കാം. അപ്പോൾ അതിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അവോയ്ഡബിൾ കോസ് എന്നും സെക്കൻഡ് വൺ അൺഅവോയ്ഡബിൾ കോസ് എന്നും പറയുന്നു. അപ്പോൾ ലേബർ ടേൺ ഓവർ സംഭവിക്കുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ നമ്മൾ ഒന്നിനെ അവോയ്ഡബിൾ എന്നും മറ്റൊന്നിനെ അൺഅവോയ്ഡബിൾ കോസസ് എന്നും പറയുന്നു കേട്ടോ. ഫസ്റ്റ് വൺ അവോയ്ഡബിൾ കോസസ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന, ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവോയ്ഡബിൾ കോസസ് എന്തൊക്കെയാണ് നോക്കാം. ഡിസാറ്റിസ്ഫിക്കേഷൻ വിത്ത് ദി ജോബ്, നമുക്ക് ജോലിയോട് താല്പര്യമില്ലായ്മ അല്ലേ. ലോ വേജ്, ലാക്ക് ഓഫ് പ്രമോഷനേ കിട്ടുന്നില്ല. പിന്നെ ഇനാഡ്വക്കേറ്റ് വെൽഫെയർ മെഷേഴ്സ് ഒന്നും വർക്കേഴ്സിനില്ല. അൺസിമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അൺസിമ്പത്തറ്റിക് ആവുക. പുവർ വർക്കിംഗ് കണ്ടീഷൻ, ലാക്ക് ഓഫ് ട്രെയിനിങ് ഫെസിലിറ്റി, ലോങ് ഹവേഴ്സ് ഓഫ് വർക്ക്, ലാക്ക് ഓഫ് റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വിനോദത്തിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. അൺഹാപ്പി റിലേഷൻ വിത്ത് മറ്റുള്ള ഫെല്ലോ വർക്കേഴ്സ്, കൂടുതൽ ജോലിയുള്ള ആൾക്കാരൊക്കെ തമ്മിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ അൺഹാപ്പി റിലേഷൻ ആവുക. ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെയാണ് അവോയ്ഡബിൾ കോസസ് എന്നുള്ളതിൽ നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് വൺ
അൺഅവോയ്ഡബിൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റും. ഇനി അൺഅവോയ്ഡബിൾ ഒഴിവാക്കാൻ റിട്ടയർമെൻറ്റ്, ഡെത്ത് അതൊക്കെയാണ് നോക്കിക്കോളൂ. റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്, മാരേജ്, ഡിസ്ലൈക്ക് ഓഫ് ജോബ്, റിട്രീച്ച്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ഡ്യൂറിങ് ദ സീസൺ. ചില സമയത്തെ മാർക്കറ്റൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിനെ കുറയ്ക്കുന്നു, അതാണ് പറയുന്നത്. ഇൻകോമ്പിറ്റൻസ് ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദി വർക്കേഴ്സ്, പിന്നെ ആക്സിഡൻറ്റ് ഓർ ഇൽനെസ്, പിന്നെ ലീവിങ് ഫോർ ബെറ്റർ പ്രോസ്പെക്റ്റിന് വേണ്ടി നമ്മൾ ജോലി വേണ്ടാച്ച് വേറെ ജോലിക്ക് വേണ്ടി പോകാം. പിന്നെ ഇൻസബോർഡിനേഷൻ ഓഫ് വർക്കേഴ്സ്, പിന്നെ റോവിങ് നേച്ചർ ഓഫ് വർക്കേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ കോസസ് പറയാനുള്ളത്. ഈ ഇഫക്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, ഈ ഇങ്ങനെ വർക്കേഴ്സ് വരിക പോവുക, അതല്ലേ ലേബർ ടേൺ ഓവർ. കുറച്ച് പേര് വരുന്നു, കുറച്ച് പേര് പോകുന്നു അല്ലേ. അപ്പോൾ എത്രത്തോളമാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ലേബർ ടേൺ ഓവറിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്തൊക്കെയാണ്? ഹൈ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ ഈസ് എ സീരിയസ് പ്രോബ്ലം വിച്ച് നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. വർക്കേഴ്സ് ഇങ്ങനെ പോവുക വരിക ചെയ്യുന്നത് വളരെ പ്രശ്നം പിടിച്ചൊരു കാര്യമാണ്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇഫക്റ്റീവ് ലേബർ ടേൺ ഓവർ റിസൾട്ട് ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ എക്സസീവ് ലേബേഴ്സ് ഇങ്ങനെ വരിക പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു, പ്രൊഡക്ഷൻ കുറയുകയും പ്രൊഡക്ഷന് വേണ്ടി കോസ്റ്റ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ, ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു കാര്യം തന്നെ ചെയ്യുന്ന വർക്കേഴ്സ് ആണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറച്ചു മതി അല്ലേ. അതല്ല, ഓരോരുത്തർക്കും ഓരോ സ്ഥാപനത്തിൽ വന്നിട്ട് അത് പഠിയാൻ തന്നെ കുറച്ച് സമയം വേണ്ടി വരും അല്ലേ. അത് പഠിയണതിന് മുന്നേ ആയിട്ട് അവർ ജോലി വേണ്ടാച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പുതിയ ആൾക്കാരെ എടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുകയും അതേമാതിരി തന്നെ എന്തുണ്ടാവുന്നു, റിസൾട്ട് ലോ പ്രൊഡക്ഷൻ കുറയുകയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? എഫക്ട്സ് ഓഫ് ലേബർ, ഡിസ്റ്റർബൻസ് ഇൻ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ ഫോൾസ് ഇൻ പ്രൊഡക്ഷൻ ഇതൊക്കെ ഉണ്ടാവുന്നു. ഇൻക്രീസ് ഇൻ കോസ്റ്റ് സെലക്ഷൻ ട്രെയിനിങ്, ലോ എഫിഷ്യൻസി ഓഫ് ന്യൂ വർക്കേഴ്സ്, പുതിയ വർക്കേഴ്സ് വരുമ്പോൾ അവർക്ക് എഫിഷ്യൻസി കുറവാവുക. ഇൻക്രീസ് വേസ്റ്റേജ്, സ്ക്രാപ്പ്, സ്പോയിലേജ്, കുറേ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, സാധനങ്ങളൊക്കെ മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോഴേ കുറേ വേസ്റ്റേജുകളൊക്കെ കൊണ്ടുവരിക. പിന്നെ ഡാമേജ് ടൂൾസ്, മെഷീനറിയൊക്കെ പെട്ടെന്ന് നശിപ്പിക്കുക. ഹയർ ആക്സിഡൻറ്റ് റേറ്റ്, പിന്നെ ലോ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, ലോങ് ടീം സ്പിരിറ്റ് എമംഗ് ദി വർക്കേഴ്സ്. ഇനി കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, എത്രയാണ് കോസ്റ്റ്, എങ്ങനെയാണ് നോക്കാം. ലേബർ ടേൺ ഓവർ റെഡ്യൂസസ് ദി വർക്കേഴ്സ് ഇങ്ങനെ പോവുക വരിക ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്തുണ്ടാവുന്നു, ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുന്നു, വോളിയം ഓഫ് ഔട്ട്പുട്ട് കുറയ്ക്കുകയും ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മളത് നേരത്തെ പറഞ്ഞു, പ്രൊഡക്ഷൻ കുറയുന്നു, ചിലവ് കൂടുന്നു അല്ലേ. അപ്പോൾ സെവറൽ കോസ്റ്റ് ആർ എൻക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് ലേബർ ടേൺ ഓവർ. കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്രിവെൻറ്റീവ് കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അതിന് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുക, തടയുക, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, പ്രിവെൻറ്റീവ് കോസ്റ്റ്. പ്രിവെൻറ്റീവ് കോസ്റ്റ് റെഫേഴ്സ് ടു ഓൾ ദോസ് കോസ്റ്റ് വിച്ച് ആർ എൻക്വയർഡ് ടു പ്രിവെൻറ്റ് വർക്കേഴ്സ് ഫ്രം ലിവിങ് ഓർഗനൈസേഷൻ അല്ലേ. വർക്കേഴ്സ് പോവാണ്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി വരുന്ന കോസ്റ്റ്. സച്ച് കോസ്റ്റ് ആർ എൻക്വയർഡ് ടു മേക്ക് ദ വർക്കേഴ്സ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് സോ ദാറ്റ് ദേ റിമെയിൻ ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ. വർക്കേഴ്സ് പോവാണ്ട് ആ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിൽക്കുക. അപ്പോൾ അവരെ അവിടെ നിർത്തണമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാലറിയും വേജൊക്കെ കൊടുക്കുക അല്ലേ. അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക അല്ലേ. അതാണ് പ്രിവെൻറ്റീവ് കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ച് കോസ്റ്റ് ആർ എൻക്വയർഡ് ടു മേക്ക് ദ വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഹാപ്പി, അവർക്ക് എപ്പോഴും ഹാപ്പി ഉണ്ടാവാനും, സാറ്റിസ്ഫൈഡ് സോ ദാറ്റ് ദേ റിമെയിൻ ഇൻ ദി ഓർഗനൈസേഷൻ. പ്രിവെൻറ്റീവ് കോസ്റ്റിൽ ഹൈ റേറ്റ്, എങ്ങനെയൊക്കെയാണ് വർക്കേഴ്സ് അവിടെ എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കുക, വർക്കേഴ്സ് പോവാണ്ടേ വർക്കേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക, തടയുക അല്ലേ. അതിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ് പറ്റിയ ഒരു വർക്കേഴ്സിനോട് അങ്ങോട്ട് പുറത്തേക്ക് അല്ല വേറെ സ്ഥാപനത്തിലേക്ക് പോകരുത്, ഇവിടെ തന്നെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും. ഹൈ റേറ്റ് ഓഫ് വേജസ് നല്ല രീതിയിൽ കൊടുക്കുക, കോസ്റ്റ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് കൊടുക്കുക, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക, ഗുഡ് കോസ്റ്റ് ഫോർ മെഡിക്കൽ ആൻഡ് ഹൗസിംഗ് ഫെസിലിറ്റി വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ടു ചിൽഡ്രൻ, കുട്ടികൾക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് റെക്രിയേഷൻ ഫെസിലിറ്റി, വിനോദം അല്ലേ സൗകര്യങ്ങൾ അല്ലെ, ഗ്രാറ്റുവിറ്റി, PF, പെൻഷൻ സ്കീമുകൾ, അതൊക്കെ വർക്കേഴ്സിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഈ ജോലിയിൽ നിന്ന് തടഞ്ഞ് വേറൊരെണ്ണത്തിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇനി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ഓൾ ദോസ് കോസ്റ്റ് വിച്ച് ആർ അസോസിയേഷൻ വിത്ത് റീപ്ലേസ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. Such a cost include all losses resulting to labor turnover as well as cost of appointing new workers അല്ലേ.
അപ്പോൾ അതിൽ എല്ലാതും നമ്മൾ കണക്കാക്കുന്നു. പഴയ ആൾക്കാർ പോകുമ്പോഴും പുതിയ ആൾക്കാർ ജോലിയിലേക്ക് വരുമ്പോഴും നമുക്ക് എത്രത്തോളം നഷ്ടമാണോ ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അതും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. fall in output due to inefficiency of the new workers. പുതിയ വർക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? പഴയ ആൾക്കാർ വർക്ക് ചെയ്തത്ര പ്രൊഡക്ഷൻ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ ഇൻഎഫിഷ്യൻസി ഉണ്ടാവുന്നു. കോസ്റ്റ് ഓഫ് ഇൻക്രീസ് ഡാമേജ് ടൂൾസ് ആൻഡ് മെഷീനറിക്ക് ഡാമേജ് സംഭവിക്കുന്നു. ഇൻക്രീസ് അപ്പോൾ നമ്മൾ കുറേ കാലം ഇങ്ങനെ ഒരേ ആൾക്കാർ തന്നെ വർക്ക് ചെയ്ത് വന്നു അല്ലേ, അവർ പെട്ടെന്ന് മാറിയിട്ട് പുതിയ ആൾക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പലതരത്തിലുള്ള നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് വേസ്റ്റേജ് ആൻഡ് സ്ക്രാപ്പ് സ്പോയിലേജ്, ലോസ് ഡ്യൂ ടു ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്, നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ഉണ്ടാവണമെന്നില്ല. കോസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ഹൈ റേറ്റ് ഓഫ് ആക്സിഡൻറ്റ്, കോസ്റ്റ് ഓഫ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ന്യൂ വർക്കേഴ്സ്, അതിനൊക്കെ നമുക്ക് ചിലവ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് കോസ്റ്റുകളെ നമ്മൾ പറയുന്നത്, പ്രിവെൻറ്റീവ് കോസ്റ്റും റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും. ട്രീറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ രണ്ട് കോസ്റ്റുകളെയും ട്രീറ്റ് ചെയ്യുന്നത്? പ്രിവെൻറ്റീവ് കോസ്റ്റിനെയും റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിനെയും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? പ്രിവെൻറ്റീവ് കോസ്റ്റ് ആർ അപ്പോർഷൻ എമംഗ് ദി വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി കൺസേൺ ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ഇപ്പോൾ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എത്രത്തോളമാണോ കോസ്റ്റ് വരുന്നത് വെച്ചെങ്കിൽ അത് അപ്പോർഷൻ ചെയ്യുന്നു. പ്രിവെൻറ്റീവ് കോസ്റ്റ് ആർ അപ്പോർഷൻ ചെയ്യുന്നു എമംഗ് ദി വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി കൺസേൺ, എങ്ങനെ? ഓൺ ദി ബേസിസ് ഓഫ് ദി നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. Replacement cost, if replacement is due to policy of the management, then the costs are apportioned among various department of the concern on the basis of number of workers in each department. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്രത്തോളമാണോ റീപ്ലേസ് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെന്ത് പറഞ്ഞത്? കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവറിൽ രണ്ട് തരത്തിലാണ് കോസ്റ്റുകൾ പറഞ്ഞത്. പ്രിവെൻറ്റീവ് കോസ്റ്റും പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റുമാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്കാണ് പറയാനുള്ളത്. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ജോലികൾ ഏതൊക്കെയാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് അനലൈസ് ചെയ്ത് കൊടുക്കുക, ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജോബ് ഇവാലുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അസസിങ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ഈച്ച് ജോബ് അല്ലേ. അപ്പം ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡിറ്റർമിങ് ദ വർത്ത് ഓഫ് എ ജോബ് ഇൻ റിലേഷൻ ടു അതർ ജോബ് അല്ലേ. ഓരോ ജോലിക്കും എത്രത്തോളം വർത്ത് വിലപിടിപ്പാണുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ജോബ് ഇവാലുവേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ മെത്തഡ് ഓഫ് ഡിറ്റർമിനിങ്, എന്താ ചെയ്യുന്നത്? എന്താണ് ഡിറ്റർമിൻ? റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ് ഓൺ സം സ്കെയിൽ, യൂഷ്വലി ബൈ അനാലിസിസ് ഓഫ് കണ്ടൻറ്റ് ഓഫ് ജോബ് ആർ ക്ലാസിഫൈഡ് ഹെഡിങ്. എത്രത്തോളം ഓരോന്നിനും ക്വാളിറ്റിയാണുള്ളത് എന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അഡ്വാൻറ്റേജസ്, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു മെഷർ ദ റിലേറ്റീവ് വർത്ത് ഓഫ് ദി ജോബ്. അതേമാതിരി ഇറ്റ് ഹെൽപ്സ് ടു റാങ്ക് വാരിയസ് ജോബ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ, പ്രാധാന്യത്തിനനുസരിച്ച് ഓരോ ജോലിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു? റാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് എൻ ഇക്വിറ്റബിൾ വേജ് സ്ട്രക്ചർ, നല്ലൊരു വേജ് സ്ട്രക്ചർ ഉണ്ടാക്കുക. ഓരോ ജോലിയുടെയും ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെയാണോ നമ്മൾ സാലറി കൊടുക്കുക? ഓരോരുത്തരുടെയും ജോലിയുടെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അതാണ് ജോബ് ഇവാലുവേഷൻ. നമ്മൾ ഏതിനാണോ കൂടുതൽ വർത്തുള്ളത് അതിനനുസരിച്ച് നമ്മൾ അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വേജും കൊടുക്കുന്നത്. ഇറ്റ് സിംപ്ലിഫൈസ് വേജ് അഡ്മിനിസ്ട്രേഷൻ ബൈ മെയിൻറ്റെയിനിങ് യൂണിഫോമിറ്റി ഇൻ വേജ് സ്ട്രക്ചർ. ഇറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ലേബർ ടേൺ ഓവർ, കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് മെറിറ്റ് റേറ്റിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോബ് ഇവാലുവേഷനും മെറിറ്റ് റേറ്റിംഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ മെറിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിൻ്റെ മെറിറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണുള്ളത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റിംഗ് ദി മെറിറ്റ്സ് ഓഫ് ദി വർക്കേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ മെറിറ്റ് റേറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദി മെറിറ്റ്സ് ഓഫ് ദി വർക്കേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് എൻ എംപ്ലോയി പെർഫോമൻസ് ഓൺ വാരിയസ് ജോബ്. പല ജോബിലും എങ്ങനെയൊക്കെയാണ് എംപ്ലോയിയുടെ പെർഫോമൻസ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്, മെറിറ്റ് റേറ്റിംഗ്. അപ്പോൾ വാട്ട് ഈസ് ഇവാലുവേറ്റിംഗ് ദ മെറിറ്റ്സ് ഓഫ് ദി വർക്കേഴ്സ്, വർക്കേഴ്സിൻ്റെ മെറിറ്റ്, കഴിവ് എത്രത്തോളമാണുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ് ഓൺ വാരിയസ് ജോബ്സ് അല്ലേ. മെറിറ്റ് റേറ്റിംഗ് എനേബിൾ ദ ഓർഗനൈസേഷൻ ടു ക്ലാസിഫൈ വർക്കേഴ്സ് ഇൻ ടു ഗ്രൂപ്പ് ഓൺ ദി ബേസ്, കഴിവിനനുസരിച്ചിട്ട് വർക്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അഡ്വാൻറ്റേജസ് എന്തൊക്കെ പറയാം? ഇറ്റ് പ്രൊവൈഡ് ദ ബേസിസ് ഓഫ് ഫിക്സിംഗ് വേജ് റൈറ്റ്.
വേജ് റേറ്റ് അതിനനുസരിച്ച് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, ഇൻക്രിമെൻറ്റ് പ്രൊമോഷനൊക്കെ അതിനനുസരിച്ച് വർക്കേഴ്സിന് കൊടുക്കുക, സ്യൂട്ടബിൾ വർക്ക് കൊടുക്കുക, ലേബർ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസസ് ലേബർ ടേൺ ഓവർ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ്. ജോബ് ഇവാലുവേഷൻ അസസ് ദ റിലേറ്റീവ് വർത്ത്, ഓരോ ജോലിയുടെയും വർത്ത് എത്രത്തോളം വിലപിടിപ്പുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. നേരെ വെച്ചാൽ മെറിറ്റ് റേറ്റിംഗിൽ എന്താണ്, റിലേറ്റീവ് വർത്ത് ഓഫ് എംപ്ലോയീസ്, എത്രത്തോളം എംപ്ലോയീസിൻ്റെ വർത്താണ് അല്ലേ, എംപ്ലോയീസ് എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യമാണ് അതിൽ മെഷർ ചെയ്യുന്നത്. ജോബ് ഇവാലുവേഷൻ പ്രൊവൈഡ്സ് റാഷണൽ വേജ് സ്ട്രക്ചറാണ്. നേരെ മറിച്ച് മെറിറ്റ് റേറ്റിംഗിലാണോ സയൻറ്റിഫിക് ബേസിസ് ഓഫ് ഫിക്സിങ് ഫെയർ വേജ് ഫോർ ഈച്ച് വർക്കർ, സയൻറ്റിഫിക് ബേസാണ്. ജോബ് ഇവാലുവേഷൻ ഹെൽപ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിന് സഹായിക്കുന്നു. മെറിറ്റ് റേറ്റിംഗ് ഹെൽപ്പ് ഇൻ പ്ലേസ്മെൻറ്റ്, ഏത് സ്ഥലത്താണ് ഒരു വർക്കർക്ക് സ്യൂട്ടബിളായ സ്ഥാനം ഏതാണ്, ഏത് ജോലിയാണ് ഒരു വർക്കർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക, പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് അതിലൂടെ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ജോബ് ഇവാലുവേഷൻ ഈസ് കൺസേൺ വിത്ത് റാങ്കിങ് ചെയ്യുന്നു. മെറിറ്റ് റേറ്റിംഗ് ആണെങ്കിലോ റാങ്കിങ് ഓഫ് വർക്ക്, ജോബിനെയാണ് റാങ്ക് ചെയ്യുന്നത് ജോബ് ഇവാലുവേഷനിൽ. ഇതിലാണെങ്കിലും മെറിറ്റ് റേറ്റിംഗിൽ വർക്കേഴ്സിനാണ് റാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ജോബ് ഇവാലുവേഷൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ജോബ് കണ്ടൻറ്റ്, സ്കില്ല്, ഹസാഡസ്, എഫേർട്ട് എക്സെട്ര. നേരം ഓരോ ജോലി ചെയ്യുമ്പോഴും അതുകൊണ്ട് എന്തൊക്കെ സ്കില്ല് വേണം, അതുകൊണ്ടുണ്ടാവുന്ന ആപത്തുകൾ എന്തൊക്കെയാണ്, ഹസാഡ്സ് എന്തൊക്കെയാണ്, എഫേർട്ടുകൾ എത്രത്തോളം പരിശ്രമം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. നേരെ മറിച്ച് മെറിറ്റ് റേറ്റ് ടേക്ക് ഇൻ ടു പങ്ക്ച്വാലിറ്റി, റിലബിലിറ്റി, ടീം സ്പിരിറ്റ്, നോളേജ്, ആ കാര്യങ്ങളൊക്കെയാണ് കണക്കിലെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ജോബ് ഇവാലുവേഷനും മെറിറ്റ് റേറ്റിങ്ങുമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ജോബ് ഇവാലുവേഷനിൽ വർത്ത് ഓഫ് എ ജോബ് ആണ് നോക്കുന്നത്. മറ്റേ മെറിറ്റ് റേറ്റിങ്ങിൽ എത്രത്തോളം മെറിറ്റാണ്, ക്വാളിറ്റിയാണ് ഓരോ വർക്കേഴ്സിനും ഉള്ളത് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലേബർ ടേൺ ഓവർ എന്താണെന്ന് പറഞ്ഞു. അതിന് 3 മെത്തേഡാണ് ഉള്ളത്. ആ കണക്കുകൾ നമ്മൾ ചെയ്തു. സെപ്പറേഷൻ മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്, ഫ്ലക്സ് മെത്തേഡ് അല്ലേ. പിന്നെ തിയറിയിൽ ലേബർ ടേൺ ഓവർ കൊണ്ടുള്ള അതുകൊണ്ടുള്ള കോസ്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, പ്രിവെൻറ്റീവ് കോസ്റ്റും റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും എന്താണെന്ന് പറഞ്ഞു. പിന്നെ ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ്, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.